നമസ്കാരം. യുവർ ഷോയിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം. തട്ടുകട എന്ന് നമ്മൾ സാധാരണ നാട്ടിൽ കേൾക്കുന്ന ഒരു വാക്കാണല്ലോ. യു കെയിലെത്തിയിട്ടും നമ്മൾ തട്ടുകട എന്ന് കേട്ടു തുടങ്ങിയിരിക്കുന്നു. യു കെയിലെ തട്ടുകടയുടെ പ്രധാന രണ്ട് സാരഥികളാണ് ഇന്നത്തെ യുവർ ഷോയിൽ പങ്കെടുക്കുന്നത്. ആദ്യമായി നമുക്ക് ആദ്യത്തെ സാരഥിയെ പരിചയപ്പെടാം. മുഹമ്മദ് ഇബ്രാഹിം. യുവർ ഷോയിലേക്ക് സ്വാഗതം. താങ്കൾ തട്ടുകടയുടെ ഒരു പ്രധാന സാരഥിയാണല്ലോ. എന്താണ് പ്രധാനമായിട്ട് ചെയ്യുന്നത് തട്ടുകടയിൽ? പ്രധാനം ചെയ്ത് ഞാൻ കുറേ കൊല്ലം ഈ ഫീൽഡിൽ വന്നു. പിന്നെ ഞാൻ 1980 ഈ നാട്ടിലേക്ക് വന്നു. ഓക്കെ. വന്നിട്ട് പിന്നെ ഹരിദാസിനായിട്ട് ജോലി ചെയ്ത്. ഓക്കെ. റെസ്റ്റോറൻറ്റിൽ ജോലി ചെയ്തിട്ടുണ്ട്. ഈ ഫീൽഡിൽ തന്നെ റെസ്റ്റോറൻറ്റ് ജോലി തന്നെ. പിന്നെ ഇങ്ങനെ ഇസ്താംബുളിൽ വന്നു. ഇസ്താംബുളിൽ 16 കൊല്ലമായി. ഇങ്ങനെ ഇസ്താംബുളിൽ ഉദയ റെസ്റ്റോറൻറ്റിൽ ജോലി ചെയ്ത്. ഓക്കെ. അവിടെ നിന്ന് റെഗുലറായിട്ട് ഇങ്ങനെ പരിചയപ്പെട്ട് റെഗുലറായിട്ട് തന്നെ ഡിസ്കസ് ചെയ്ത് നമുക്കൊരു തട്ടക്കട തുടങ്ങണം ഇസ്താംബുളിൽ. ഇങ്ങനത്തെ ഈ പരിപാടിയുടെ എല്ലാം ഇക്കയിൽ. പിന്നെ റെഗുലർ പറഞ്ഞ് അങ്കിൾ ഓക്കെ നമുക്ക് തുടങ്ങാം. അത് നമ്മൾ തുടങ്ങി ക്ലിക്കായി ഭയങ്കര പേരായി. ഇപ്പോൾ യൂറോപ്പ് കൺട്രിയിൽ എല്ലാ സ്ഥലത്തിനും നമ്മളെ പേരായി. ഇപ്പോൾ തട്ടക്കട ഫുഡെല്ലാം ഞാൻ തന്നെ കുക്ക് തന്നെ, പ്രധാനമായ കുക്ക് തന്നെ. ഇപ്പൊ തട്ടക്കട നമ്മൾ എല്ലാ ഐറ്റംസ് കേരള ഐറ്റംസ് ഉണ്ടാക്കുന്നുണ്ട്. ചെറുപ്പം ഇംഗ്ലീഷ് ഐറ്റം ഉണ്ടാക്കും, നോർത്ത് ഇന്ത്യ ഐറ്റം എല്ലാം എനിക്ക് അറിയുന്ന ഐറ്റംസ് തന്നെ. അപ്പോൾ എങ്ങനെയാണ് ഇതിനൊരു ഇൻട്രസ്റ്റ് വന്നത് കുക്കിങ്ങിന്? ഇൻട്രസ്റ്റ് ഈ ചെറുപ്പത്തിൽ ഞാൻ ബോംബെയിൽ തന്നെ ജനിച്ച ആൾ തന്നെ. ബോംബെയിലാണ്? ഓക്കെ. ചെറുപ്പത്തിൽ ബോംബെയിൽ ഹോട്ടലിലെല്ലാം ജോലി ചെയ്ത് ഇൻട്രസ്റ്റ് വന്നു എനിക്ക്. പിന്നെ ഈ ഫീൽഡിലേക്ക് ഇൻട്രസ്റ്റ് വന്നു. പിന്നെ വേറൊരു ഫീൽഡിലേക്ക് എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ടായിട്ടില്ല. ഓക്കെ. അതാണ്. അപ്പോൾ നമ്മൾ പ്രധാനമായിട്ട് ഇവിടെ യു കെയിൽ വന്നിട്ടും ഈ തൊഴിൽ തന്നെയാണല്ലോ ചെയ്യുന്നത്. അതാണ് അതാണ്. എന്താണ് നമ്മൾ ആഹാരത്തിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ചെയ്ത് ആൾക്കാരെ കൊണ്ട് കഴിപ്പിക്കാൻ ഇഷ്ടപ്പെടുന്നത്? കോഴിക്കോട് തലശ്ശേരി ബിരിയാണി ഭയങ്കര ഫേമസ് തന്നെ. അത് ഞാൻ ആദ്യം ഫസ്റ്റിൽ തട്ടക്കട തുടങ്ങി ആ ബിരിയാണി പിന്നെ ലാംബ് കുറുമ ഉണ്ടാക്കി. അപ്പോൾ ഇവിടുത്തെ ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, പേരായി. അപ്പോൾ ആൾക്കാർ ടേക്ക് ബൈ എടുക്കാൻ തുടങ്ങി. അപ്പോൾ കല്യാണ പാർട്ടി മറ്റേ വെഡിങ് ആനിവേഴ്സറി പിന്നെ ബർത്ത്ഡേ പാർട്ടിക്ക് എല്ലാം ടേക്ക് ബൈ ഇഷ്ടമെല്ലാം എടുത്തിപ്പോൾ പോകുന്നുണ്ട്. 2 ഐറ്റം. പിന്നെ മീൻ ഫ്രൈ, മീൻ പൊരിക്കൽ, പാറാമീൻ പൊളിക്കൽ, അത് ഇതെല്ലാം നമ്മൾ ഐറ്റം, പുതിയ ഐറ്റം. പിന്നെ ഇംഗ്ലീഷ്കാരൻ നമ്മുടെ വരും. പിന്നെ ഇറ്റളിപ്പോൾ നല്ല മീൻ തിന്നുന്ന ആൾക്കാർ തന്നെ നല്ല ഹോട്ട് വേണം പറയൂ, ഹോട്ട് ഉണ്ടാക്കിയിട്ട് കൊടുക്കും. പിന്നെ മസാല ദോശ. ആഹാരത്തിൽ ഏറ്റവും കൊതിയുള്ളൊരു ആളാണ് ഞാൻ കേട്ടോ. എനിക്ക് എല്ലാ ആഹാരവും, എല്ലാ സൈസ് ആഹാരവും ഇഷ്ടമാണ്. അപ്പോൾ ഇത് പറഞ്ഞപ്പോൾ തന്നെ നമുക്കൊരു ഇഷ്ടം തോന്നുന്നു കേട്ടോ. ഈ മലബാറിലെ ബിരിയാണി എന്നല്ലേ, കോഴിക്കോടൻ ബിരിയാണി എന്നല്ലേ? തലശ്ശേരി കോഴിക്കോട് ബിരിയാണി. അതിന് എന്താണ് ഒരു വ്യത്യാസം? നമ്മൾ ട്രിവാൻഡ്രം ബിരിയാണിയായിട്ട് എന്താണ് ഒരു വ്യത്യാസം? അതിന് തിരുവനന്തപുരക്കാർക്ക് റൈസ് വ്യത്യാസം ഉണ്ടാവും. ഓക്കെ. അപ്പോൾ പൈസ മസാലയെല്ലാം വ്യത്യാസം ഉണ്ടാവും തിരുവനന്തപുരക്കാർ. നമ്മളൊക്കെ ഈ കോഴിക്കോട് കണ്ണൂർ ആ ഭാഗത്ത് പപ്പർ റൈസ് ഉണ്ടാവും, ചെറിയ ചെറിയ റൈസ് ഉണ്ടാവും. പപ്പർ തൈരെല്ലാം ഇട്ടിട്ട് മട്ടൺ കട്ടിയായിട്ട് നല്ല ഡ്രൈ ആയിട്ട് ഉണ്ടാക്കിയിട്ട് ദം ഇടും. ദം ബിരിയാണി പറയും. സൈറ്റിൽ ആട്ട മാവ് ഇട്ടിട്ട് ഈ അതിനട് മേലെ ടോപ്പ് ഇട്ടിട്ട് മേലെ തീ ഇടും. അതന്നെ ദം ബിരിയാണി പറയാം. അങ്ങനെ പറയും അല്ലേ? അപ്പോൾ നിങ്ങളെ സൈറ്റിലില്ല, തിരുവനന്തപുരം ഐറ്റംസ് ഇല്ല. എനിക്ക് ഈ ആഹാരം ശരിക്കും ഇഷ്ടമുള്ള ആളാണ്, വെറുതെ പറയുന്നതല്ല. എൻ്റെ വൈഫിനോട് ചോദിച്ചാൽ ഏറ്റവും ആഹാരപ്രിയനാണ് കേട്ടോ. എല്ലാം നല്ലതായിട്ട് കഴിക്കുക എന്നുള്ളത്. ഇപ്പം നമുക്ക് കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ഈ ദം ബിരിയാണി അതിനെ എടുക്കൂ. ഉദാഹരണത്തിന് ദം ബിരിയാണി ഞാനിപ്പോൾ വീട്ടിൽ പോയി ഒന്ന് ട്രൈ ചെയ്യണമെങ്കിൽ എങ്ങനെയാണ് ചെയ്യേണ്ടത്? നിങ്ങൾ വീട്ടിലുണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നു? അതെ, ബിരിയാണി. അപ്പോൾ നിങ്ങൾ മട്ടൺ ലാംപ് ചെയ്യണമെങ്കിൽ ലാമ്പിൽ ആദ്യം ഉള്ളിയെല്ലാം നല്ല ഫ്രൈ ആക്കുക, ജിഞ്ചർ ഗാർലിക് ഇടാം. അതിന് ലാമ്പ് ഇടാം. വെള്ളം ഒഴിക്കാൻ പാടില്ല, തീരെ വെള്ളം ഒഴിക്കാൻ പാടില്ല. അതിന് ഒരു 30 മിനിറ്റ് ആവുമ്പോൾ ചെറിയ തീയിൽ വെച്ചിട്ട് ഒരു 30 മിനിറ്റ് ആവുമ്പോൾ ടോപ്പ് എടുക്കാം. ടോപ്പ് എടുത്തിട്ടൊക്കെ വെള്ളം ഉണ്ടോ 30 മിനിറ്റ് വരെ അടച്ചു വേവിക്കണം. ആ 30 മിനിറ്റ് കഴിഞ്ഞിട്ട് ആ ടോപ്പ് എടുത്തിട്ട് നോക്കാം വെള്ളം ഉണ്ടോ ഇല്ല. വെള്ളം ഇല്ലെങ്കിൽ കുറച്ച് ഒരു വെള്ളം ഒഴിച്ചിട്ട് പിന്നെ അതിൽ ആദ്യം ഫസ്റ്റിൽ ഇടാം മല്ലി പൗഡർ, സെക്കൻഡും പിന്നെ മുളക് പൗഡർ കുറച്ച് ഇടാൻ പാടുള്ളൂ. എല്ലാം അത് ടേസ്റ്റ് വ്യത്യാസം വരുള്ളൂ. അതിനുശേഷം കുറച്ച് കുരുമുളക് പൊടി, ഗരം മസാല അതിലിട്ടിട്ട് തക്കാളിയിലിട്ടിട്ട് നല്ല ശരിക്കും മിക്സ് ആക്കണം. മിക്സ് ആക്കിയിട്ട് ഒരു 10 മിനിറ്റ് വരെ ചെറിയ തീയിൽ വെക്കണം. അത് എടുത്ത് പിന്നെ 10 മിനിറ്റ് കഴിഞ്ഞിട്ട് പിന്നെ മിക്സ് ആക്കിയിട്ട്
അതിൽ കൊറിയൻ ലീഫൊക്കെ ഇടണം, പുതിന ലീഫ്, പിന്നെ മല്ലി മറ്റേ നമ്മൾ കറി ലീപ്സിൽ ഇട്ടിട്ട് മിക്സ് ആക്കിയിട്ട് 10 മിനിറ്റ് കൂടി വെച്ചിട്ട് കയ്യിൽ പിടിച്ച് സോഫ്റ്റ് ആയ ഫുൾ സോഫ്റ്റ് പാടില്ല, ഒരു മുക്കാ സോഫ്റ്റ് വേണം. മുക്കാ സോഫ്റ്റ് ആയെങ്കിൽ മാറ്റി വെക്കാം. പിന്നെ ചോറ് വെള്ളം തിളക്കാമേ അരി ഇടാം, ഉപ്പ് ഇടാം, ഗരം മസാല ലോങ് ഗരം എല്ലാം ഗരം മസാല ഇടാം. ഇട്ടിട്ട് ചോറ് ഹാഫ് ബോയിൽ ചോറ് ബോയിൽ ആകാൻ പാടില്ല. വേവാമെങ്കിൽ അത് ചോറ് പൊട്ടിപ്പോവും, പിന്നെ എങ്ങനെ ഹലുവ മാതിരിയായി പോകും. അത് എടുത്തിട്ട് പഠിച്ചിട്ട് ഫുള്ളായിട്ട് വെള്ളം പഠിച്ചിട്ട് ഫസ്റ്റിൽ കുറച്ച് ചോറ് ഇടാം, മട്ടൺ ഇടാം, പിന്നെ ചോറ് ഇടാം, കുറച്ച് മട്ടൺ ഇടാം. ഇതാക്കിയിട്ട് മേലെ അണ്ടിപ്പരിപ്പ്, മുന്തിരി പരിപ്പ് പ്യുവർ പസുൻ ഓയിൽ ഫ്രൈ ചെയ്തിട്ട് മേലെ ഇടാം. കുറച്ച് ഈ ഒനിയൻ ഫ്രൈ ആക്കിയിട്ട് മേലെ ഇട്ടിട്ട് ഈ നാട്ടിൽ അലുമിനിയം ഫോയിൽ ഇട്ടിട്ട് ദം ഇട്ടിട്ട് ഒരു 15 മിനിറ്റ് ചെറിയ തീയിൽ വെക്കാം. സ്റ്റീം അപ്പോൾ മേലെ സ്റ്റീം വരും, നല്ല സ്മെൽ വരും. എടുത്തിട്ട് നമുക്ക് തിന്നാം. ഓ, വെരി ഗുഡ്. അപ്പോൾ ഇത് ഇത്രയും ഭംഗിയായിട്ട് ഡെയിലി കൊടുത്തുകൊണ്ടിരുന്നാൽ ആൾക്കാർക്ക് ഇതിൽ കൂടുതൽ സന്തോഷം എന്തുണ്ടാവും? ആൾക്കാർ നല്ല ഇഷ്ടപ്പെടുന്നുണ്ട്, സന്തോഷം. ഇങ്ങനെ ആൾക്കാരെ വിളിക്കൂ, എനിക്ക് ലാം ബിരിയാണി വേണം സ്പെഷ്യൽ. ഓക്കെ, നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഉണ്ടാക്കുന്നുണ്ട്. ചില ആൾക്ക് ചിക്കൻ ബിരിയാണി ഇഷ്ടം. പിന്നെ നിങ്ങളുടെ നാട്ടിൽ തിരുവനന്തപുരം ചിക്കൻ ബിരിയാണി ഉണ്ടാക്കി ചിക്കൻ പൊരിക്കില്ല. നമ്മൾ ഈ സൈഡിൽ ചിക്കൻ പൊരിച്ചിട്ട് ഉണ്ടാക്കും. അപ്പോൾ ചിക്കൻ പൊരിക്കാത്ത നിങ്ങൾ ഉണ്ടാക്കണമെങ്കിൽ വെള്ളം എങ്ങനെ ഉണ്ടാവും ചിക്കനിൽ. പൊരിച്ചെങ്കിൽ ഡ്രൈ ആയി പൊരിച്ച്, പിന്നെ മസാല എല്ലാം ഉണ്ടാക്കി കുറച്ച് മസാല എല്ലാം വെച്ചെങ്കിൽ മസാല അങ്ങനെ പൊടിക്കും, ആ ടേസ്റ്റ് വരും. അരി വേവിപ്പിക്കുന്ന സെയിം ഇത് തന്നെ, വ്യത്യാസമില്ല. ബിരിയാണിക്ക് അരി നിങ്ങൾ ബോയിലിംഗ് ആക്കുന്ന ഹാഫ് ബോയിൽ എടുക്കണം. അതാണ് ഈ ബിരിയാണി അല്ലാതെ ഏറ്റവും സ്പെഷ്യലായിട്ട് ചെയ്യുന്ന ഒരു ഐറ്റം ഏതാണ്? കോഴിക്കോട് പിന്നെ തലശ്ശേരി പിന്നെ നെയ്ച്ചോറ് കുർമ ഉണ്ടാക്കണം. നെയ്ച്ചോറ് അത് സാധാരണ നെയ്ച്ചോറ് മുസ്ലിം നെയ്ച്ചോറ് ഉണ്ടാക്കുന്നത്. ഇപ്പൊ നെയ്ച്ചോറ് സാധാരണ നമ്മളെ വീട്ടിലൊന്നും ഉണ്ടാക്കി കണ്ടിട്ടില്ല. നെയ്ച്ചോറിന് എന്താണ് വളരെ എളുപ്പമാണെന്ന് പറയാറുണ്ട്. 10 മിനിറ്റുള്ളിൽ ഞാൻ നെയ്ച്ചോറ് ഉണ്ടാക്കി തരാം. അതുപോലെ 10 മിനിറ്റ്സ്. നെയ്ച്ചോറിന്റെ ആദ്യം പിന്നെ റൈസ് കയറ്റി വെള്ളത്തിലിട്ട് വെക്കണം. ഒരു ഹാഫ് മണി ഒരു 30 മിനിറ്റ് വെള്ളത്തിലിട്ട് വെക്കണം. വെള്ളത്തിലിട്ട് വെക്കണം, തണുത്ത വെള്ളത്തിലിട്ട് വെക്കണം. അപ്പോൾ കുറേ പിന്നെ ആ ചട്ടി എടുത്ത് ഇതിൽ വെച്ച് മറ്റേ അടുപ്പിൽ വെച്ച് ഉള്ളി നല്ല സ്ലൈസ് വെട്ടി അതിൽ കുറച്ച് പസുൻ ഒഴിച്ച് അപ്പോൾ ഉള്ളി ഇട്ടിട്ട് ഉള്ളി ബ്രൗൺ കളറാകുമ്പോൾ കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിയെല്ലാം ഇട്ട് ഗരം മസാല ഇട്ട് കുറച്ച് ഫ്രൈ ആക്കിയിട്ട് വെള്ളം ഒഴിക്കണം. വെള്ളം എങ്ങനെ ഒഴിക്കണം? 1 കിലോയ്ക്ക് 1.5 കിലോ വെള്ളം വേണം. 1 കിലോയ്ക്ക് 1.5 കിലോ വെള്ളം. 1 കപ്പ് ഒഴിച്ചാൽ 1.5 കപ്പ് വെള്ളം ഒഴിക്കണം. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ അരി പായത് പുതിയതായി നോക്കണം. കുറേ ജാതി അരി ഇപ്പോൾ 20 കൊല്ലം 30 കൊല്ലം പായ്ക്ക വരുത്തുന്നുണ്ട്. പിന്നെ പുതിയ 1 കൊല്ലൻ്റെ ഉള്ളിൽ അരി ഇങ്ങോട്ട് അരി എത്ര പായ്ക്ക എത്ര കൂടുതൽ പായ ഉണ്ടാവും, അതിന് എത്ര നല്ല റൈസ് ഉണ്ടാവും. റൈസ് പൊട്ടില്ല, പുതിയ റൈസ് പൊട്ടിപ്പോവും. ഇങ്ങനെ ആയിപ്പോവും. പായ അരി പുതിയ നമുക്ക് മനസ്സിലാണ്. ഇങ്ങനെ മനസ്സിലാവും. ബായിലിടമേ ഇങ്ങനെ കടിക്കാമേ പായത് ഉണ്ടാമേ ടക്കനെ പൊട്ടും. അല്ല, പായതാമേ പൊട്ടില്ല, പുതിയ പെട്ടെന്ന് പിന്നെ ഈ ഷെഫിന്റെ പണിയൊക്കെ കുറെ ഇത് മൂളാവാണ്. എങ്ങനെ നമ്മൾ ടെലറെ പണി ഷെഫിന്റെ പണിയല്ല സെയിം തന്നെ. ഞാൻ ഈ പറഞ്ഞു വന്നത് നമ്മൾ നെയ്ച്ചോറ് പകുതിയെ എത്തിയുള്ളൂ. അതിനെ കറക്റ്റ് 1.5 വെള്ളം ഒഴിക്കിട്ട് കറക്റ്റ് ലെവലാക്കി നോക്കണം. ഈ ബെരലിങ്ങനെ ഇട്ടാൽ മതി. ഈ 1 ഇഞ്ചിന്റെ വെള്ളം ഇങ്ങനെ നിൽക്കണം അരിന്റെ മേലെ. 1 ഇഞ്ച് വെള്ളം എന്നിട്ട് അടച്ചു വെച്ചാൽ തീ കുറക്കണം. തീ കുറച്ച് വെച്ചാൽ തീ കൂടുതലാകുമ്പോൾ അത് അരി പോകില്ല, വെള്ളം വലിച്ചു കളിയും. തീ കുറച്ച് വെച്ച് ഒരു 10 മിനിറ്റ് നോക്കിയിട്ട് നമുക്ക് നോക്കാൻ വെള്ളം ഇതായി കുറച്ച് ഒരു സ്പൂണിൽ ചോറ് അങ്ങനെ പളട്ടിയാക്കിയിട്ട് പിന്നെ വെച്ചെങ്കിൽ അലുമിനിയം ഫോയിൽ വെട്ടെങ്കിൽ നല്ല അരി നീളായിട്ട് വരും. അപ്പോൾ നിങ്ങൾ അതിന് എന്താ കറി വേണമെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാക്കാം. പരിപ്പ് കറി ഉണ്ടാക്കാം, കുറുമ ഉണ്ടാക്കാം, മട്ടൻ കറി ഉണ്ടാക്കാം. അതിലിപ്പോൾ നെയ്ച്ചോറ് എന്ന് പറഞ്ഞപ്പോൾ നെയ്യ് എവിടെ നിന്നാണ് വരുന്നത്? നെയ്യ് നമ്മൾ ഒഴിക്കണ്ടല്ലോ, ആദ്യം ഒഴിക്കുന്നു. നെയ്യ് ഒഴിച്ചിട്ടില്ല നമ്മൾ ഉള്ളി ഫ്രൈ അതിന്ന് വരുന്നതാണ് ഈ നെയ്ച്ചോറ് പേര്. ഓക്കെ. അപ്പൊ ആ നെയ്ച്ചോറ് ബിരിയാണി ഇതൊക്കെ ഭംഗിയായിട്ട് ഉണ്ടാക്കാൻ പറ്റും ആർക്ക് വേണമെങ്കിലും അല്ലേ? ആർക്കും ഉണ്ടാക്കാം. കുറച്ച് മുള വേണമെന്നാ പറയുന്നത്. മുള വേണം. പിന്നെ ചില ആളെ ഉണ്ടാക്കുന്ന വ്യത്യാസം ഉണ്ടാവും, ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവും. ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവും. ഓക്കെ.
അങ്ങനെയുണ്ട്. ഇത് 10 ആളെ 10 സൈസ് ഉണ്ടാക്കാൻ കഴിയില്ല. ഓക്കെ. അപ്പോൾ ഞാൻ ഉണ്ടാക്കി നിങ്ങൾക്ക് ഉണ്ടാക്കാൻ കഴിയില്ല, നിങ്ങളെ ഉണ്ടാക്കുന്ന റെഗുലർ ആൾക്ക് ഉണ്ടാക്കാൻ കഴിയില്ല. അങ്ങനെ ഒരു ഈ ട്രിക്ക് ഉണ്ട്. അതിൽ ട്രിക്ക് വേണം. ഈ കുക്കിംഗ് ഭയങ്കര ട്രിക്ക് വേണം. നിങ്ങൾ എത്ര ട്രിക്കിൽ ഉണ്ടാക്കണം എത്ര നമുക്ക് ടേസ്റ്റ് കിട്ടും സാധനമല്ല. കുറേ വർഷമായിട്ട് നമ്മളിത് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എങ്ങനെയെങ്കിലും ഉണ്ടാക്കി കൊടുക്കാം. ഒരാൾ വന്നിട്ട് വീണ്ടും ബിരിയാണി ചോദിക്കും, എനിക്കിന്ന് സമയമില്ല, അങ്ങനെ തോന്നാവുന്ന ഒരവസരത്തിലുള്ള എന്തെങ്കിലും സംഭവം ഉണ്ടായിട്ടുണ്ട്? ഇപ്പോൾ ഒരാളെ വന്നിട്ട് പറയാൻ എനിക്ക് പെട്ടെന്ന് ബിരിയാണി വേണം. അപ്പോൾ നമ്മൾ പറയൂ ഓക്കെ ബിരിയാണി ഉണ്ട്, പിന്നെ ദം ബിരിയാണി ഇല്ല. ദം ബിരിയാണി സമയം എടുക്കും. സമയം കിട്ടും. നമ്മൾ സാധാരണ ബിരിയാണി നോർമലി നമ്മൾ ചെയ്യുന്നുണ്ട്, അത് നമ്മൾ അടുത്തുണ്ട്. ഓക്കെ, അങ്ങനെ ചെയ്തു കൊടുക്കാം. അങ്ങനെ ചെയ്ത് കൊടുക്കും. ഇപ്പോൾ എങ്ങനെയുണ്ട് ബിസിനസ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ? ബിസിനസ് ഇപ്പോൾ UK ബിസിനസ് കുറച്ച് മോശമല്ലോ. പണ്ടത്തെ മാതിരി നമ്മൾ പണ്ട് ഭയങ്കര നമ്മൾ പൈസ ഉണ്ടാക്കി തന്നെ ചെറിയ തട്ടക്കടയിൽ. ഇപ്പോൾ ബിസിനസ് ഇവിടെ പിള്ളേരെല്ലാം പോയില്ലേ, പിള്ളേർ വന്നതെല്ലാം പോയില്ല, ഇഷ്ടമല്ല പിള്ളേർ പോയി. പിന്നെ IT-കാർ ഇപ്പോൾ കുറവാണ്. പണ്ടെല്ലാം IT-കാർ വന്നിട്ട് ടേബിളിൽ ഇരുന്നേക്ക് 60, 70, 80 രൂപ എത്തുന്നു. അപ്പോൾ ബിസിനസ് കുറച്ച് കുറവാണ്. ആളുടെ എണ്ണം കുറഞ്ഞത് കൊണ്ടുള്ളതാണ്. അതെ, ആളെ ആനുപാതികമായിട്ട് അങ്ങനെ കുറഞ്ഞു എന്നുള്ളത് ഉള്ളതാണ് പറഞ്ഞു വരുന്നത്. ചിലർ കംപ്ലൈന്റ് പറയാറുണ്ടല്ലോ, ഇവിടെ താങ്കളുടെ അടുത്ത് വന്ന് ആഹാരം കഴിക്കുമ്പോഴല്ല പല ചില കംപ്ലൈന്റ് വരും. ഇങ്ങനെ പറയാം. എന്തുകൊണ്ടായിരിക്കും? നമ്മുടെ ശ്രദ്ധ കുറവുണ്ടായിരിക്കും. നമ്മളെ ശ്രദ്ധ കുറവ് തന്നെ, നമ്മളെ ശ്രദ്ധ കുറവ് കൊണ്ട് ചെറിയ കംപ്ലൈന്റ് വരുന്നത്. ശേഷം നമ്മൾ പിന്നെ ഈ ഷെഫുമാർക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടാവും. ഇപ്പോൾ ഇങ്ങനെ ടെൻഷൻ, ഉപ്പ് കൂടിപ്പോയോ ഇല്ലെങ്കിൽ മുളക് കൂടിപ്പോയോ. ചിലപ്പോൾ ഇപ്പം നമ്മൾ വേറെ സാധനം ഉണ്ടാക്കുമ്പോൾ അത് ഉണ്ടാക്കുക ഇത് ഉണ്ടാക്കുക, ശേഷം ഉപ്പ് ഡബിൾ ടൈം ഓർമ്മിക്കാതെ ശക്തി കുറയൂ. അപ്പോൾ നിങ്ങൾക്ക് കൊടുത്തേ അത് ഉപ്പ് ശരി കൂടിപ്പോയി, ഇല്ല മുളക് കൂടിപ്പോയി, ഇല്ല ടേസ്റ്റ് ഇല്ല ബിരിയാണി. അത് എന്താ സംഗതിയൊക്കെ നിങ്ങളുടെ കറക്റ്റ് സാധനം ഇടുമ്പോൾ കറക്റ്റായിട്ട് വരും. ഇല്ലെങ്ങനെ തെറ്റിയായിട്ട് ഒരാൾ താങ്കളുടെ ഒരു ബിരിയാണിയോ എന്തെങ്കിലും കഴിച്ചിട്ട് വന്ന് പറയാണ് വളരെ ഭംഗിയായി എന്ന് പറഞ്ഞാൽ എന്ത് ഫീൽ ചെയ്യും? നമുക്ക് ഭയങ്കര മനസ്സിൽ സന്തോഷം വരും. അതന്നെ. ലാം ബിരിയാണി, ദം ബിരിയാണി തുടങ്ങി പലതരം കാര്യങ്ങളുണ്ടല്ലേ സ്പെഷ്യാലിറ്റി ആയിട്ട്. പിന്നെ ഇത് മറ്റുള്ള ആൾക്കാർ ചെയ്യുന്നതാണെങ്കിൽ ഫ്യൂഷൻ ആയിട്ടുള്ള പിന്നെ സ്വീറ്റ് എല്ലാം നമ്മൾ ഉണ്ടാക്കും. സ്വീറ്റ് ഉണ്ടാക്കും. സ്വീറ്റ് എല്ലാം ഉണ്ടാക്കും, കുറേ ജാതി സ്വീറ്റ് ഉണ്ടാക്കും. പിന്നെ ലഡു ഉണ്ടാക്കും, ജിലേബി ഉണ്ടാക്കും, ഗുലാബ് ജാമുൻ ഉണ്ടാക്കും. ഇതെല്ലാം എന്തെങ്കിലും ചെയ്ത് ആർട്ട് അല്ലേ? അതെല്ലാം നമ്മൾ ചെറുപ്പത്തിലെല്ലാം പറഞ്ഞില്ല, നമുക്ക് കൂടുതൽ എഡ്യൂക്കേഷൻ വിദ്യാഭ്യാസം ഇല്ല. അപ്പോൾ ഈ ഫീൽഡിലായിക്കൊണ്ട് എത്ര നമ്മൾ അല്ല, വിദ്യാഭ്യാസം എന്ന് പറയുന്നത് നമ്മൾ വിദ്യ ചെയ്യുന്നത് എന്തിനാണ്? നമ്മൾ ആ ഒരു മേഖലയിൽ വലിയവനാവാൻ വേണ്ടിയിട്ടാണ് വിദ്യാഭ്യാസം ചെയ്യുന്നത്. നമ്മൾ ഇതും ഒരു വിദ്യാഭ്യാസമായിട്ട് എടുത്തു കഴിഞ്ഞാൽ കുക്കിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ആവശ്യമുള്ള കാര്യമില്ല, ആഹാരം കഴിക്കണമല്ലോ. ആ മേഖലയിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നതിൽ അപ്പോൾ വലിയ വിദ്യാഭ്യാസം ഇല്ലെന്ന് പറഞ്ഞ കാര്യമൊന്നുമില്ല. താങ്കളുടേതായ മേഖലയിൽ താങ്കൾ ഒരു വ്യത്യസ്തനാണ് അല്ലേ? അതുകൊണ്ടാണ് ഞങ്ങളുടെ ഈ യുവർ ഷോ എന്ന പ്രോഗ്രാമിൽ താങ്കളെ ക്ഷണിച്ചതും. ഇത്രയും തിരക്ക് പിടിച്ച ഒരു ഷെഫായിരുന്നിട്ട് പോലും ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ വന്നതിന് വളരെയധികം നന്ദി പറഞ്ഞുകൊണ്ട് താങ്ക് യു. നമ്മുടെ അടുത്ത അതിഥി തട്ടുകടയുടെ രണ്ടാമത്തെ സാരഥി ശ്രീ രഘുലാൽ. നമസ്കാരം. എന്തുകൊണ്ടാണ് താങ്കൾ ഈ ഒരു വ്യവസായത്തിലേക്ക് വന്നത്? ശരിക്കും ഞാൻ പ്രൊഫഷണലി ഞാനൊരു മെറ്റീരിയൽസ് ലാബ് ടെക്നീഷ്യനാണ്. ഓക്കെ. ഞാൻ കഴിഞ്ഞ ദുബായിലൊരു 10 വർഷമായിട്ട് UK ബേസ്ഡ് ഒരു കമ്പനിയിലെ സീനിയർ ലാബ് ടെക്നീഷ്യനായിരുന്നു. അതിനിടയിൽ ഞാൻ ലണ്ടനിൽ എത്തിപ്പെടുകയും എൻ്റെ ജീവിതത്തിൽ ആദ്യമായി അങ്ങനെ ഒരു റെസ്റ്റോറൻറ്റ് ഫീൽഡിലേക്ക് വരുന്നത് കേരള ഗ്രൂപ്പ് ഓഫ് റെസ്റ്റോറൻറ്റ്സിൻ്റെ ഹരിദാസ് എന്ന് പറയുന്ന ഹരിയേട്ടൻ്റെ റെസ്റ്റോറൻറ്റിൽ വരികയും ഹരിയേട്ടൻ എനിക്കൊരു വർക്ക് പെർമിറ്റ് തരികയും ഞാൻ അങ്ങനെ ഈ റെസ്റ്റോറൻറ്റ് ഫീൽഡിൽ ആകെപ്പാടെ ഭക്ഷണം കഴിക്കാൻ മാത്രം പോകുന്നൊരു ബന്ധം മാത്രമാണ് നമുക്ക് റെസ്റ്റോറൻ്റ് ആയിട്ടുണ്ടായിരുന്നത്. അവിടെ ഹരിയേട്ടൻ്റെ അടുത്ത് റെസ്റ്റോറൻറ്റ് ജോലി ചെയ്യുന്ന സമയത്ത് ആണ് ഈ ഒരു ഫീൽഡിൻ്റെ എല്ലാ വശങ്ങളും നമ്മൾ മനസ്സിലാക്കുന്നത്. അതിനിടയിൽ ഞാൻ ഹീത്രൂവിലെ കേറ്ററിംഗ് കമ്പനിയിൽ ജോലിക്ക് പോയി. അതിനിടയിൽ ഇവിടെ ഉദയ റെസ്റ്റോറൻറ്റ് എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റിൽ പാർട്ട് ടൈമായിട്ട് ജോലി ചെയ്യായിരുന്നു. അവിടെ വെച്ച് ഞാൻ അങ്കിളിനെ മുഹമ്മദ് ഇബ്രാഹിമിനെ പരിചയപ്പെടുന്നു. അന്ന് ഞാൻ വരുന്ന 2003 അത് ശരിക്കൊരു നാടൻ ഫുഡ് നമ്മുടെ ഈസ്റ്റ് ഹാമിൽ കിട്ടുന്ന സ്ഥലം ഉണ്ടായിരുന്നില്ല. ദോശ കിട്ടും, നമ്മുടെ ഒരു കേരള അതേ ഉള്ളൂ. നമ്മുടെ ഒരു ഫുഡിനെ കുറിച്ച് ഞങ്ങൾ വൈകുന്നേരങ്ങളുടെ ഡിസ്കഷനിൽ ഇങ്ങനെ പറഞ്ഞു, എന്തുകൊണ്ട് നമുക്കൊരു കപ്പയും കറിയും ചോറും ഒരു ഊണ്, നമ്മുടെ നാട്ടിൽ ഉച്ചയ്ക്ക് ഊണ്, അങ്ങനെക്കുറിച്ച് ചിന്തിച്ചു. അങ്ങനെ ഒരു തട്ടുകട തുടങ്ങാം എന്നുള്ള ഐഡിയ അവിടെ എല്ലാവരിലും സംസാരിച്ചു. അത് അങ്കിള് മുൻകൈ എടുത്തു. അങ്ങനെ അത്
ഈ റെസ്റ്റോറൻറ്റ് തട്ടുകട എന്ന റെസ്റ്റോറൻറ്റിലേക്ക് ഞങ്ങൾ എത്തിപ്പെടുകയായിരുന്നു. ഒരു സമയത്ത് ഇവിടെ ഈസ്റ്റ് ഹാം എന്ന് പറഞ്ഞ് ഇതെല്ലാം നല്ല ഫ്ലറിഷ് ചെയ്തൊരു സമയം ഉണ്ടായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ എനിക്കറിയില്ല ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്ന് വെച്ചാൽ, കാര്യം ആൾക്കാരുടെ എണ്ണം കുറഞ്ഞുകൊണ്ടാവാം അല്ലേ? എങ്ങനെ പോകുന്നു ഇപ്പോഴേ ബിസിനസ്സിൽ? അല്ല, കഴിഞ്ഞ ഞങ്ങൾ ആ തുടങ്ങിയ സമയത്ത് എന്ന് പറയുന്നത് നമ്മുടെ മലയാളി സ്റ്റുഡൻസിൻ്റെ ഒരു വലിയൊരു ക്രൗഡ് തന്നെ ഈസ്റ്റ് ഹാമിലുണ്ടായിരുന്നു. അപ്പോൾ ഉച്ചയ്ക്ക് ഊണ് കഴിക്കുക എന്ന് പറയുന്നത് ഒരു മലയാളിയുടെ ഒരു ആഗ്രഹം തന്നെ. എവിടെ പോയാലും ചോറ് കഴിക്കണം, ഒരു നേരം കഴിക്കണം എന്നുള്ളൊരു. അപ്പം ഞങ്ങളുടെ ഐഡിയ അതായിരുന്നു, ഒരു ഊണ് കൊടുക്കുക, ഉച്ചയ്ക്ക് ഊണ് കഴിക്കുക, കപ്പ. മലയാളിക്ക് പിന്നെ അതിനൊരു പോളിസിയും കൂടിയുണ്ട്. നമ്മളിപ്പോൾ ചോറ് കഴിച്ച മീൻ പൊരിച്ചത് വേണമെന്ന് ചോദിച്ചാൽ വാങ്ങിക്കാത്ത ആൾ വാങ്ങിക്കും. മീൻ ഫിഷ് ഫ്രൈ വേണമെന്ന് ചോദിച്ചാൽ വേണ്ടാന്ന് നിരസിക്കാൻ എളുപ്പമായിരിക്കും. കോഴി പൊരിച്ചതെന്ന് കേൾക്കുമ്പോഴും അതെ, അതിന് ഞങ്ങൾ തട്ടുകട എന്ന് പേരിടുമ്പോഴും ഞങ്ങൾ അതാ ഉദ്ദേശിച്ചത്. കാരണം തട്ടുകട എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും ഉള്ളിലൊരു നാടൻ രുചിയുടെ ഓർമ്മയുണ്ടാകും. തീർച്ചയായിട്ടും അത് ഈ സ്റ്റുഡൻസിൻ്റെ തിരിച്ചുപോക്ക് സ്വാഭാവികമായ ബിസിനസ്സിൽ നന്നായി ബാധിച്ചു. പക്ഷെ അങ്ങനെ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് നമ്മുടെ നാട്ടിലെ പോലെ തന്നെ മലയാളികൾക്കിടയിൽ വീടുകളിൽ തന്നെ ആഘോഷങ്ങളുടെ എണ്ണം കൂടിയില്ലേ? തീർച്ചയായിട്ടും സ്റ്റുഡൻസിൻ്റെ പോക്ക്, അതുപോലെ തന്നെ ഞങ്ങളുടെ ഔട്ട്ഡോർ കേറ്ററിംഗ് കൂടുകയും ചെയ്തു. കാരണം നഴ്സുമാർ പുതിയ നമ്മുടെ കുറേ ഈ കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ വന്ന എല്ലാ ഹോസ്പിറ്റലിൻ്റെ ഏരിയകളിലും ഒരു നമ്മുടെ മലയാളി ക്രൗഡ് ഒത്തിരി പേര് വീട് വാങ്ങിക്കുന്നവരുടെ പാർട്ടി ചെയ്യാറുണ്ട്. ത്രൂ ഔട്ട് UK ഓൾമോസ്റ്റ് എല്ലാം എത്തിപ്പെടാൻ പറ്റുന്ന സ്ഥലങ്ങളിൽ എല്ലാ വീക്കെൻഡിലും ഞങ്ങൾ പോയി അതെ ഞങ്ങൾ കേറ്ററിംഗ് ചെയ്യാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു സൈഡ് കുറയുമ്പോൾ ഒരു സൈഡ് കൂടും. അത് ബിസിനസിൻ്റെ ഒരു അവസ്ഥയാണ്. നേരത്തെ താങ്കളുടെ പാർട്ട്ണർ മിസ്റ്റർ മുഹമ്മദ് ഇബ്രാഹിം പറഞ്ഞതുപോലെ ഈ ഒരു ഫീൽഡിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്ന് പറയുന്നത് ഈ ഫ്യൂഷനായിട്ട്. ഇപ്പം നമ്മളിപ്പോൾ തന്നെ ബിരിയാണി വയ്ക്കുന്നത് തന്നെ പല രീതിയിൽ വയ്ക്കാമെന്നും അതിനൊരു ഫ്യൂഷൻ, അതിനൊരു പ്രത്യേക കളർ കൊടുക്കാമെന്നും പ്രത്യേക രുചി കൊടുക്കാമെന്നൊക്കെ പറയുന്നത്. അത്തരം കാര്യങ്ങൾ തട്ടുകടയിൽ ട്രൈ ചെയ്യാറുണ്ടോ? തട്ടുകടയിൽ അങ്കിളുടെ ഒരു ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, അങ്കിള് ഇൻസ്റ്റൻ്റായിട്ട് ഫുഡ് ഉണ്ടാക്കി പെട്ടെന്ന് വിശന്ന് വരുന്ന ഒരാൾ വന്നാൽ അങ്കിളിന് നിമിഷ നേരം കൊണ്ട് അങ്കിൾ ഒരു ഫുഡ് ഉണ്ടാക്കി കൊടുക്കും, എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കും. അതിൻ്റെ തമാശ എന്ന് പറഞ്ഞാൽ ഞങ്ങളൊരിക്കൽ ഒരുമിച്ച് മലേഷ്യയിൽ പോയിട്ട് ഞങ്ങൾ ഇതായിരുന്നു, അവിടെ അപ്പാർട്ട്മെൻ്റ് ആയിരുന്നു. ഞാനൊന്ന് കുളിച്ചിട്ട് വരുന്നതിന് മുമ്പ് അങ്കിള് ചോറും കറിയും വയ്ക്കുക എന്ന് പറയുന്നത് അത്ര ഫാസ്റ്റായിട്ട് അങ്കിളിന് പെട്ടെന്ന് ചെയ്യാനറിയാം. പിന്നെ ഈ കഴിഞ്ഞ 35 വർഷമായി അദ്ദേഹം നിൽക്കുന്ന ഈ ഫീൽഡിൽ തന്നെ നിൽക്കുന്നത് കൊണ്ട് അത് അദ്ദേഹത്തിന് എല്ലാം വളരെ ഈസിയാണ്. എക്സ്പീരിയൻസ് അദ്ദേഹത്തെ വളരെ പലപ്പോഴും അദ്ദേഹം നാടൻ ഐറ്റംസ് അദ്ദേഹത്തിൻ്റെ രീതിയിലും പല രീതികളിൽ അദ്ദേഹം മാറ്റി ചെയ്യും. ഓരോ ഇൻഗ്രീഡിയൻസ് മാറ്റി ചെയ്യാൻ പറ്റും. അദ്ദേഹത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ കുക്കിങ്ങിൽ ശരിക്കും ഇൻട്രസ്റ്റ് ഉണ്ട്, കുക്ക് ചെയ്യാൻ കഴിവുണ്ടെന്ന് പറയാം. താങ്കൾക്ക് അത്തരത്തിലുള്ള കഴിവുകൾ ഏതാണ്? അദ്ദേഹം ഉണ്ടാക്കുന്ന ഫുഡിനെ മാർക്കറ്റ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രധാനമായ ജോലി. നമ്മുടെ സ്ഥാപനത്തിലെ ഫുഡ് ഞങ്ങൾ ചെയ്യുന്ന പ്രത്യേകത ഇതാണ്, ഞങ്ങൾ നാടൻ രീതിയിൽ ഇന്ന കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ള മറ്റുള്ളവരിൽ എത്തിക്കുക. ഓരോ കേറ്ററിംഗ് ചെയ്യുമ്പോഴും അത് ആൾക്കാരിൽ നിന്നുള്ള റെസ്പോൺസാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ഒരു വിജയത്തിനൊരു കാരണം. ഞങ്ങളെല്ലാവരും സാധാരണ ഇവിടെ ചെയ്യുന്നതിനേക്കാളും പക്ക കേരള സ്റ്റൈലിലുള്ള ഒത്തിരി റെസ്റ്റോറൻറ്റുകൾ ശ്രീമാരേട്ടന് അറിയാം, ലണ്ടനിലുണ്ട്. എല്ലാം നമ്മുടെ ഫുഡിനെ ഇംഗ്ലീഷ് വൽക്കരിച്ച് കൊടുത്തതാണ്, ഇംഗ്ലീഷുകാർക്ക്. നമ്മുടെ ട്രഡീഷനിൽ നിന്ന് മാറിയിട്ടൊന്നും ചെയ്തിട്ടില്ല. നമ്മുടെ നാട്ടിൽ പോയാൽ സത്യം പറഞ്ഞാൽ പല ഇംഗ്ലീഷുകാർ വരാറുള്ളവർ പറയുന്നത് കേരളത്തിൽ പോയി ഫുഡ് കഴിച്ച് അതേ ഫുഡ് ഇവിടെ കിട്ടുന്നു എന്നുള്ളതാണ്. നമ്മളിപ്പോൾ സെൻട്രൽ ലണ്ടനിലൊക്കെ ഉള്ള നമ്മളെ ഇന്ത്യൻ റെസ്റ്റോറൻറ്റുകളിൽ പലതും കണ്ടുവരുന്നത് എല്ലാം ഒരു ഇംഗ്ലീഷ് സ്റ്റൈൽക്കാർക്ക് വേണ്ടി കേറ്റർ ചെയ്യുന്ന ഒരു സ്വഭാവം കാണുന്നുണ്ട് അല്ലേ? അത് ഇവിടെ നമ്മളില്ല. നമ്മൾ നാട്ടിൽ എന്ത് കിട്ടുന്നു എനിക്ക് തോന്നുന്നു, നമ്മൾ നാട്ടിൽ പോയി കഴിക്കുന്നത് എനിക്ക് തോന്നുന്നു നാട്ടിൽ കിട്ടുന്നതിനേക്കാളും ബെസ്റ്റ് ഫുഡായിട്ട് നമ്മളിവിടെ കൊടുക്കുന്നു എന്നാണ് എൻ്റെ വിചാരം. ഞാൻ ഇത്രയും നല്ല ടേസ്റ്റ് ബിരിയാണി അങ്കിളുണ്ടാക്കുന്ന ബിരിയാണി നാട്ടിലൊരു റെസ്റ്റോറൻറ്റിൽ ഞാൻ പോയി കഴിച്ചിട്ടില്ല. ഈ ലണ്ടനിലും പല സ്ഥലത്തും നമ്മൾ കഴിക്കുന്നത് നാട്ടിലൊരിടത്ത് എനിക്ക് അത്രയും നല്ലൊരു ബിരിയാണി ഒന്നും കഴിക്കാൻ കഴിഞ്ഞിട്ടില്ല. അല്ല, അത് നേരത്തെ പറഞ്ഞതുപോലെ നമ്മളുടെ അത് ഷെഫ് എന്ന് പറഞ്ഞാൽ അത് അത്രയും ആത്മാർത്ഥമായിട്ട് ഉണ്ടാക്കി കൊടുക്കണം എന്നുള്ളതാണ്. ഇപ്പം ഇവിടുത്തെ ഇതെല്ലാം റെസ്റ്റോറൻറ്റ് ഫീൽഡിൽ നിന്നിട്ട് നമ്മൾ നാട്ടിൽ പോയിട്ട് റെസ്റ്റോറൻറ്റുകളുടെ പോയി ആഹാരം കഴിക്കാറുണ്ടല്ലോ, നാട്ടിൽ പോകുമ്പോഴും കഴിക്കാറുണ്ടല്ലോ എന്താണ് ഫീൽ ചെയ്യാറുള്ളത് നാട്ടിലെ ഒരു വ്യത്യാസം എന്ന് പറയുകയാണെങ്കിൽ? ഇവിടെ ഞങ്ങളുടെ ഒരു പ്രത്യേകത എല്ലാവരും പറഞ്ഞു കേൾക്കുന്നത്, അതുകൊണ്ടായിരിക്കണം നമുക്ക് നാട്ടിൽ പോകുമ്പോൾ നാട്ടിൽ നമ്മൾ എത്ര ക്യാഷ് കൊടുത്താലും നമുക്ക് ഇനഫായിട്ടുള്ള ക്വാണ്ടിറ്റി ഓഫ് ഫുഡ് കിട്ടാറില്ല. തട്ടുകടയെ സംബന്ധിച്ച് എല്ലാവരും പറയുന്നത് ഞങ്ങൾ ആദ്യം ഞങ്ങളുടെ പോളിസി ആ ഫുഡ് കണ്ട് ആളിൻ്റെ മനസ്സ് നിറയണം, പിന്നെ വേറെ നിറയാവൂ. അപ്പം നാട്ടിൽ എപ്പോഴും എനിക്ക് ഇത് വന്നിട്ട് നമ്മൾ ഇരട്ടിക്ക് ക്യാഷ് കൊടുത്താലും ചാർജ് ചെയ്താലും അവർ തരുന്ന ക്വാണ്ടിറ്റി ഒരാൾക്ക് ഒരിക്കലും
അത് ഒരു കാര്യം സത്യമാണ് പറഞ്ഞത്. നമ്മൾ ഏറ്റവും വലിയ വലിയ സ്റ്റാർ ഹോട്ടലിൽ പോകുമ്പോഴാണ് അത് പ്രത്യേകിച്ച് ഫീൽ ചെയ്യാറുണ്ട്. തീർച്ചയായിട്ടും. ചെറിയ ചെറിയ കടകളിൽ പോയി കഴിഞ്ഞാൽ ഈ കാര്യങ്ങൾ തിരിച്ച് ഫീൽ ചെയ്യാറുണ്ട്. ധാരാളം കൊണ്ട് തരുന്നുള്ള കാശ് കുറച്ച് കൊടുത്താൽ മതി. ഇപ്പൊ 50 രൂപയ്ക്ക് ഒരു ഊണ് അല്ലെങ്കിൽ 100 രൂപയ്ക്ക് ഒരു ഊണ് കഴിക്കുന്ന സ്ഥലത്ത് പോയാൽ നമുക്ക് ആവശ്യം പോലെ വീണ്ടും വേണമെന്ന് ചോദിക്കും. ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ പോയിട്ട് അത് 500 രൂപയാണ് അല്ലെങ്കിൽ 1000 രൂപയാണ് ഊണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും വേണമെന്ന് അവിടെ ചോദിക്കാൻ ആരുമില്ല. ആ തന്ന ലിമിറ്റ് കഴിക്കുക എന്നുള്ളതാണ്. പലപ്പോഴും അങ്കിളും ഞാൻ ഒരുമിച്ച് നാട്ടിൽ പോകാറുണ്ട്. ഞങ്ങളുടെ തന്നെ ഒരു സ്പെഷ്യൽ തട്ടുകട സ്പെഷ്യൽ ചിക്കൻ എന്ന് പറഞ്ഞിട്ട് ഒരു ചിക്കൻ ഉണ്ട്. ഞാനും അങ്കിളും ഒരിക്കൽ റെസ്റ്റോറൻറ്റ് കഴിക്കുമ്പോൾ അവിടെ കണ്ട ചിക്കൻ, ഞങ്ങൾ ഓർഡർ ചെയ്തൊരു ചിക്കൻ ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടതായിരുന്നു. അത് അങ്കിള് അതിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തി റെഡ് ചില്ലീസ് ഒന്നും ഉപയോഗിക്കാതെ തന്നെ വെറും ഗ്രീൻ ചില്ലി സോസ് മാത്രം ഉപയോഗിച്ചിട്ട് ആണ് ഞങ്ങൾ ഈ തട്ടുകട ബ്ലാക്ക് പെപ്പർ ഉപയോഗിച്ചിട്ട് ചെയ്യുന്നത്. അത് ഞങ്ങളുടെ ഏറ്റവും മൂവിങ് ആയിട്ടുള്ളൊരു ഡിഷാണ്. അതൊക്കെ നാട്ടിൽ നിന്ന് ഞങ്ങൾ പഠിച്ചു. നേരത്തെ താങ്കളുടെ മെയിനായിട്ടുള്ള ഷെഫ് പറഞ്ഞത് ഞാൻ വലിയ വിദ്യാഭ്യാസമൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. അതിനോട് പകരമായിട്ട് എനിക്ക് പറയാനുള്ളത് അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസ യോഗ്യതയിൽ അദ്ദേഹം മിടുക്കനാണ് എന്നല്ലേ എനിക്ക് പറയാൻ പറ്റും. അപ്പൊ വിദ്യാഭ്യാസം ഇല്ല എന്ന് പറയുന്നത് വിദ്യ കൊണ്ട് എന്താ നമ്മൾ നേടുന്നത്? വിദ്യ കൊണ്ട് നേടാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ലെവലിലേക്ക് എത്തുക എന്നുള്ളത്. നമ്മളിപ്പോ ഷെഫായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ അതിന്റെ ലെവലിലേക്ക് എത്തുന്നത് തന്നെ വിദ്യാഭ്യാസമല്ലേ? അദ്ദേഹത്തിന്റെ വിദ്യ തന്നെയാണ്, അതിൽ അദ്ദേഹം അഭ്യാസിയുമാണ്. ഇത് രണ്ടും ഉണ്ടെങ്കിൽ നമ്മൾ വിദ്യാഭ്യാസം ഉള്ള ആളാണെന്ന് പറയാം. ഇവിടുത്തെ പഴയ മലയാളികളുടെ ഇടയിൽ അദ്ദേഹം വളരെ അറിയപ്പെടുന്ന ഒരാളാണ്. കൊച്ചങ്കിൾ എന്ന് പറയുന്ന ഒരു ഷെഫ് എന്ന നിലയിൽ അദ്ദേഹം വളരെ അറിയപ്പെടുന്ന ഒരാളാണ്. ഓക്കെ, ഒരു സിനിമ പോലെ തന്നെയാണ്. നമ്മളൊരു സാധനം നേരത്തെ താങ്കൾ പറഞ്ഞ പോലെ നാട്ടിൽ ചെന്നു ഒരു ആഹാരം കഴിച്ചു. അപ്പം ഇതിനെ എങ്ങനെ നമുക്ക് തിരിച്ചുണ്ടാക്കാം അല്ലെങ്കിൽ ഇതിനെ എങ്ങനെ മോഡിഫൈ ചെയ്യാം എന്ന് ചിന്തിക്കുന്ന ഒരു അവസ്ഥയാണ്. തീർച്ചയായിട്ടും ഫുഡുകളിൽ ഒരുപാട് കാര്യങ്ങൾ എക്സ്പെരിമെന്റ് ചെയ്യാനുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ എപ്പോൾ പോയാലും അങ്കിള് നാട്ടിൽ പോയിട്ട് വന്നാലും ഒരെണ്ണം പുതിയതായതായാലും എവിടെയെങ്കിലും കഴിച്ചാൽ പുതിയൊരു രീതിയിൽ കണ്ടാൽ അത് തീർച്ചയായിട്ടും അതിപ്പോൾ ഞാനായാലും പോയി കഴിച്ചാൽ അങ്കിൾ ഇങ്ങനെ ആയിരുന്നു, അതിൻ്റെ ഒരു ടേസ്റ്റ് ഇന്ന ഐറ്റംസ് ആയിരിക്കണം. അതിൽ കുറേ വർഷമായി അങ്കിളിൻ്റെ കൂടെ ഇങ്ങനെ നിന്നിട്ട് അതിൽ അറ്റ്ലീസ്റ്റ് എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നുള്ള അറിവുള്ളത് കൊണ്ട് നമ്മൾ വന്ന അങ്കിളിനോട് പറയും. അതൊക്കെ തീർച്ചയായിട്ടും പരീക്ഷിക്കാറുണ്ട്. റെസ്റ്റോറൻറ്റ് അല്ലാതെ ബാക്കി എന്തൊക്കെ കാര്യങ്ങളിലാണ് താങ്കൾ ഇൻവോൾവ് ചെയ്തിട്ടുള്ളത്? ജോലി ചെയ്യുന്നുണ്ടായിരുന്നു, അത് നിർത്തി. റെസ്റ്റോറൻറ്റിൽ ഫുൾ ടൈം റെസ്റ്റോറൻറ്റിൻ്റെ ഇതിൽ തന്നെയാണ്. പിന്നെ ഇവിടുത്തെ അസോസിയേഷനിൽ പ്രവർത്തിക്കുമായിരുന്നു. ഇപ്പോൾ അതിൽ നിന്നും വിട്ടു നിൽക്കുകയാണ്. രണ്ടിലും മാനേജ് ചെയ്യാൻ നമുക്ക് പറ്റില്ല എന്നുള്ളത് നമുക്ക് അത് അവസ്ഥയിൽ അതാണ്. വേറെ പൊതുവായ വേറെ കാര്യങ്ങളൊന്നും ഈ റെസ്റ്റോറൻറ്റ് ഫീൽഡിൽ തന്നെ അതൊരു പൊതുവായ കാര്യമായി നിൽക്കുക. പാട്ടൊക്കെ പാടാറുണ്ടെന്ന് കേട്ടിട്ടുണ്ടല്ലോ. അയ്യോ വല്ലപ്പോഴും അതൊക്കെ ഞങ്ങള് നമുക്ക് വേണ്ടി ഒരു 4 വരി പാടാനുള്ള എന്തെങ്കിലും പരീക്ഷണത്തിന് ഈ ഷോ തന്നെ ഒരു പരീക്ഷണമാണല്ലോ. ഏതോ ഒരു പാട്ട് എൻ കാതിൽ കേൾക്കും പോതെല്ലാം ஞாபகம் தாலாட்டும். ஏதோ ஒரு பாட்டு என் காதில் கேட்கும் போதெல்லாம் ஞாபகம் தாலாட்டும். உன் கண்களில் இமைகளிலே சில ஞாபகம் கலந்திருக்கும். நான் சுவாசிக்கும் மூச்சினிலே உன் ஞாபகம் கலந்திருக்கும். ஞாபகங்கள் மழையாகும், ஞாபகங்கள் குடையாகும், ஞாபகங்கள் தீமூட்டும், ஞாபகங்கள் நீரூட்டும். ஏதோ ஒரு பாட்டு என் காதில் கேட்கும் போதெல்லாம் ஞாபகம் தாலாட்டும். വെരി ഗുഡ്. SP ബാലസുബ്രഹ്മണ്യത്തിന്റെ മനോഹരമായ പാട്ടാണ് അല്ലേ? അപ്പൊ ഇതിനിടയിൽ പാട്ടും ബിസിനസ്സും ഇതെല്ലാം കൊണ്ടുപോകുന്ന ഈ തിരക്കിനിടയിലും ഞങ്ങൾ വിളിച്ചപ്പോൾ ഇത്രയും സമയം ഞങ്ങളോടൊപ്പം ചിലവഴിക്കാൻ വന്നതിന് ആനന്ദ് TV പേരിൽ, പ്രത്യേകിച്ച് യുവർ ഷോയുടെ പേരിൽ നന്ദി പറഞ്ഞുകൊള്ളുന്നു. താങ്ക് യു. നമസ്കാരം. താങ്ക് യു.